ഹായ് ഓൾ, വെൽക്കം ബാക്ക്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 9ാം ക്ലാസ്സിലെ ഹിസ്റ്ററിയിലെ ഫസ്റ്റ് ചാപ്റ്റർ മൂവിങ് ഫോർവേഡ് ഫ്രം ദ സ്റ്റോൺ ഏജ് അല്ലെങ്കിൽ ശിലായുഗത്തിൽ നിന്ന് മുൻപോട്ട് എന്ന പാഠഭാഗത്തിലെ ആദ്യ ടോപ്പിക്കാണ് പഠിച്ചത്. അതായത് പ്രാചീന ശിലായുഗം അല്ലെങ്കിൽ പാലിയോലിത്തിക് ഏജ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്റ്റോൺ ഏജിലെ മറ്റ് ഏജസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക്. മെസോലിത്തിക് ഏജ് പ്രാചീന ശിലായുഗത്തിൽ നിന്നും നവീന ശിലായുഗത്തിലേക്കുള്ള ഒരു പരിവർത്തന കാലഘട്ടമാണ് മെസോലിത്തിക് ഏജ് അല്ലെങ്കിൽ മധ്യശിലായുഗം. മെസോസ് ആൻഡ് ലിത്തോസ് എന്ന രണ്ട് ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ഈ ഒരു മെസോലിത്തിക് എന്നൊരു വേർഡ് ഉണ്ടായി വന്നത്. മെസോസിൻ്റെ അർത്ഥം മധ്യം, ലിത്തോസ് എന്ന വേർഡിൻ്റെ അർത്ഥം ശില അല്ലെങ്കിൽ സ്റ്റോൺ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മധ്യശിലായുഗ ഉപകരണങ്ങളുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് പറയാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ നോക്കിക്കേ, എന്തൊക്കെയാണ് നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്? പ്രാചീന ശിലായുഗത്തേക്കാൾ ചെറിയ ഉപകരണങ്ങളാണ് മധ്യശിലായുഗത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. മൈക്രോലിത്തുകൾ അഥവാ സൂക്ഷ്മശില ഉപയോഗിച്ച കാലഘട്ടമായിരുന്നു മധ്യശിലായുഗം. മധ്യപ്രദേശിലെ ഭിംബേഡ്ക, ലഗ്ജാവോർ, കഥോട്ടിയ എന്നീ ഗുഹാകേന്ദ്രങ്ങളിലെ കലാസൃഷ്ടികളാണ് ഈ കാണുന്നത്. ആദിമ മനുഷ്യൻ്റെ ജീവിത രീതികൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ ഇത് നമ്മളെ സഹായിക്കുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞ ഈ ചിത്രങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് മനസ്സിലാവുന്നത്? വേട്ടയാടലുണ്ട്, അതുപോലെ മീൻപിടുത്തം ഉണ്ടായിരുന്നു, അതുപോലെ അവർ വ്യത്യസ്തങ്ങളായിട്ടുള്ള വിനോദങ്ങളിൽ ഏർപ്പെട്ടിരുന്നു എന്ന് നമുക്ക് ഈ ചിത്രങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കാവുന്നതാണ്. നമുക്ക് ഈ പാഠത്തിൽ മധ്യശിലായുഗവുമായി ബന്ധപ്പെട്ട കുറച്ച് സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് എളുപ്പത്തിലൊന്ന് പഠിക്കാം അല്ലേ? ഓക്കെ. മൈക്രോലിത്സ് അല്ലെങ്കിൽ ആയുധങ്ങളാണ് മധ്യശിലായുഗത്തിൽ അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. വേട്ടയാടൽ, ശേഖരണം എന്നിവയ്ക്ക് പുറമെ മീൻപിടുത്തവും ഉണ്ടായിരുന്നു. മൃഗങ്ങളെ ഇണക്കി വളർത്തി, അതായത് ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽ ഉണ്ടായിരുന്നു. വിനോദങ്ങൾ, അവർ വ്യത്യസ്ത രീതിയിലുള്ള എൻ്റർടൈൻമെൻ്റ് ഒക്കെ അവർക്ക് ഉണ്ടായിരുന്നു. ലിംഗാടിസ്ഥാനത്തിൽ തൊഴിൽ വിഭജിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് എളുപ്പത്തിൽ പറയാവുന്ന മധ്യശിലായുഗത്തിലെ വളരെ പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എളുപ്പത്തിൽ ഓർത്തു വെക്കണം, ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത മൈക്രോലിത്സ് ആണ്. സൂക്ഷ്മ ശിലാ ആയുധങ്ങളാണ് ഇവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ശിലായുഗത്തിലെ ഏറ്റവും അവസാന ഘട്ടമായിരുന്നു നവീന ശിലായുഗം അല്ലെങ്കിൽ നിയോലിത്തിക് ഏജ്. നിയോസ് ആൻഡ് ലിത്തോസ് എന്ന രണ്ട് വാക്കിൽ നിന്നാണ് നിയോലിത്തിക് ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ളത്. മനുഷ്യജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചൊരു കാലഘട്ടമായിരുന്നു ഇത്. നവീന ശിലായുഗ വിപ്ലവം അല്ലെങ്കിൽ നിയോലിത്തിക് റവല്യൂഷൻ എന്നാണ് ഗോൾഡൻ ചൈൽഡ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഗോൾഡൻ ചൈൽഡ് അദ്ദേഹത്തിൻ്റെ മാൻ മേക്സ് ഹിംസെൽഫ് എന്ന ഗ്രന്ഥത്തിൽ മനുഷ്യജീവിതത്തെ മാറ്റിമറിച്ച നവീന ശിലായുഗത്തിലെ പ്രധാന മാറ്റങ്ങളെപ്പറ്റി പരാമർശിക്കുന്നുണ്ട്. നവീന ശിലായുഗത്തിലെത്തിയപ്പോഴേക്കും മൃഗങ്ങളെ ഇണക്കി വളർത്തലും കൃഷിയും മനുഷ്യൻ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഈ കാണുന്ന ചിത്രത്തിൽ ചന്ദ്രക്കലയുടെ ആകൃതിയിൽ നിങ്ങളൊരു ഭാഗം കാണുന്നുണ്ടാവും അല്ലേ? അവിടെയാണ് ആദ്യമായിട്ട് കൃഷി ആരംഭിച്ചത് എന്നാണ് പുരാവസ്തു ഗവേഷകർ പറയപ്പെടുന്നത്. ഫെർട്ടൈൽ ക്രസൻറ്റ് അല്ലെങ്കിൽ ഫലഭൂയിഷ്ടമായ ചന്ദ്രക്കല എന്നാണ് ഈ പ്രദേശത്തെ വിശേഷിപ്പിക്കുന്നത്. മൃഗങ്ങളെ ഇണക്കി വളർത്താനും കൃഷി ആരംഭിക്കാനും ഉണ്ടായ കാരണങ്ങൾ എന്തെല്ലാമായിരിക്കാം? അതായത് പ്രാചീന ശിലായുഗത്തിൽ നിന്ന് നവീന ശിലായുഗത്തിലേക്ക് എത്തിയപ്പോഴുണ്ടായ മാറ്റങ്ങളാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം നവീന ശിലായുഗം എത്തിയപ്പോഴേക്കും കൃഷിയും മൃഗപരിപാലനമൊക്കെ ആരംഭിച്ചിട്ടുണ്ടാവുന്നത്? ജനസംഖ്യാ വർധനവ്, മനുഷ്യൻ അധിവസിച്ച കേന്ദ്രങ്ങളുടെ എണ്ണത്തിലുണ്ടായ വർധനവ്, സങ്കീർണമായ സാമൂഹിക സംഘാടനം, ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ ലഭ്യതക്കുറവ്, സാങ്കേതിക വിദ്യയിൽ വന്ന മാറ്റം, ഇതെല്ലാമാണ് മനുഷ്യനെ കൃഷിയിലേക്കും അതുപോലെ തന്നെ മൃഗങ്ങളെ ഇണക്കി വളർത്തുന്നതിലേക്കുമൊക്കെ എത്തിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ. നവീന ശിലാ ഉപകരണങ്ങളുടെ ചിത്രങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത്. എന്തൊക്കെയാണ് അതിൻ്റെ സവിശേഷതകളെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? മിനുസപ്പെടുത്തിയ ഉപകരണങ്ങളായിരുന്നു. പല ആകൃതിയിലുള്ള ഉപകരണങ്ങളുണ്ട്. അവ പല ആവശ്യങ്ങൾക്കായിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടാവുക എന്ന് അതിൻ്റെ ഷേപ്പ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നല്ല കൂർത്ത അഗ്രമുള്ളതുണ്ട് അല്ലേ? അപ്പോൾ ഓരോന്നിനും അതിൻ്റേതായ ലക്ഷ്യങ്ങളുണ്ടായിരിക്കണം. ഇത്തരം ഉപകരണങ്ങൾ ഉപയോഗിച്ച് മണ്ണിൽ കൃഷി ചെയ്യാൻ കർഷകരായിട്ടുള്ള ആളുകളെ സഹായിച്ചിട്ടുണ്ട്. മരം മുറിക്കാനും മണ്ണ് ഉഴുതുമറിക്കാനും അവരെ സഹായിച്ചു. ഇത് കൃഷിക്ക് വളരെയധികം സഹായകമാവുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി നവീന ശിലായുഗവുമായി ബന്ധപ്പെട്ട സവിശേഷതകൾ നമുക്ക് മൊത്തത്തിലൊന്ന് പറഞ്ഞാലോ? നവീന ശിലായുഗത്തിലെത്തിയപ്പോഴേക്കും മനുഷ്യൻ മൃഗങ്ങളെ ഇണക്കി വളർത്തി. ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ് സ്റ്റാർട്ട് ചെയ്തു. കൃഷി ആരംഭിച്ചു. കളിമൺ പാത്ര നിർമ്മാണം, നെയ്ത്ത് തുടങ്ങിയ ജോലികളിലേക്ക് മനുഷ്യനേർപ്പെട്ടു. ധാന്യങ്ങളെല്ലാം തന്നെ സംഭരിച്ച് വെക്കാൻ തുടങ്ങി, സ്റ്റോറേജ് തുടങ്ങി.
സ്ഥിരമായിട്ടൊരുത്തിൽ താമസിക്കാൻ തുടങ്ങി. സെറ്റിൽഡ് ലൈഫ്. ആദ്യം മനുഷ്യൻ അലഞ്ഞു തിരിഞ്ഞ് നടന്ന സമയത്ത് നിയോലിത്തിക് ഏജിലേക്ക് എത്തിയപ്പോഴേക്കും അവന് സ്ഥിരമായി ഒരുത്തിൽ താമസിക്കാൻ തുടങ്ങി. കൃഷി ചെയ്ത് അലഞ്ഞു തിരിഞ്ഞ് നടന്നു കഴിഞ്ഞാൽ കൃഷിക്ക് വേണ്ട പരിചരണം കിട്ടിയിട്ടില്ലെങ്കിൽ അത് ഉണങ്ങിപ്പോവും അല്ലേ? അപ്പം മനുഷ്യൻ എന്ത് മനസ്സിലാക്കി? കൃഷി ചെയ്താൽ അതിനടുത്ത് സ്ഥിരമായി താമസിച്ചാൽ മാത്രമേ കൃഷിക്ക് വേണ്ട രീതിയിലുള്ള പരിചരണം കൊടുക്കാൻ പറ്റുമെന്ന് മനുഷ്യന് മനസ്സിലായപ്പം അവൻ സ്ഥിര താമസം ആരംഭിച്ചു അല്ലേ? ഇത്തരം കാരണങ്ങളാലാണ് നിയോലിത്തിക് ഏജിനെ ഗോൾഡൻ ചൈൽഡ്, നിയോലിത്തിക് റവല്യൂഷൻ അല്ലെങ്കിൽ നവീന ശിലായുഗ വിപ്ലവം എന്ന് വിളിച്ചത്. ഒരുപാട് ഡ്രാസ്റ്റിക് ചേഞ്ചസ്, വിപ്ലവകരമായ മാറ്റങ്ങളാണ് ഈ ഘട്ടത്തിലെത്തിയപ്പോഴേക്കും മനുഷ്യഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ ഘട്ടത്തെ ആ ഒരു പേരിൽ അദ്ദേഹം വിളിച്ചിട്ടുള്ളത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന നവീന ശിലായുഗ കേന്ദ്രങ്ങൾ, അവരുടെ രാജ്യങ്ങൾ ഏതൊക്കെയെന്നുള്ള ബോക്സ് നമുക്ക് ഫില്ല് ചെയ്താലോ? പ്രധാനപ്പെട്ട നിയോലിത്തിക് സൈറ്റാണ് ജെറീക്ക. അത് സ്ഥിതി ചെയ്യുന്ന ഇസ്രായേലിലാണ്. ജാർമോ ഇറാഖിലാണ്. അലിഘോഷ് ഇറാനിലാണത്. മെഹർഗഡ് പാകിസ്ഥാനിലാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന അടുത്ത ഏജാണ് മെറ്റൽ ഏജ് അല്ലെങ്കിൽ ലോഹയുഗം. ശിലയുടെ സ്ഥാനത്ത് ലോഹങ്ങൾ ഉപയോഗിച്ച് തുടങ്ങിയ കാലഘട്ടമാണിത്. അതായത് ഈ ഒരു കാലഘട്ടം മുതലാണ് നമ്മൾ ലോഹങ്ങൾ അല്ലെങ്കിൽ മെറ്റൽസ് ഉപയോഗിച്ച് തുടങ്ങിയത്. മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹം അല്ലെങ്കിൽ മെറ്റലാണ് ചെമ്പ് അല്ലെങ്കിൽ കോപ്പർ. സ്റ്റോൺ ഉപകരണങ്ങളേക്കാൾ, അതായത് കല്ലുകൊണ്ടുള്ള ഉപകരണങ്ങളേക്കാൾ ചെമ്പ് ഉപകരണങ്ങൾക്കുള്ള മേന്മകൾ എന്തൊക്കെയായിരിക്കും? അതായത് മനുഷ്യൻ ആദ്യമായി ലോഹം ഉപയോഗിച്ചത് മുതൽ എന്തൊക്കെ നേട്ടങ്ങളായിരിക്കും അവൻ ഉണ്ടായിട്ടുണ്ടാകുന്നത്? നമുക്ക് ആവശ്യമുള്ള ഷേപ്പിലേക്ക് ലോഹോപകരണങ്ങളെ മാറ്റാൻ പറ്റും. കൂടുതൽ കാലം അത് നിലനിൽക്കും. അതിന് ഉറപ്പ് വളരെ കൂടുതലാണ് അല്ലേ? കല്ലിനെ അപേക്ഷിച്ച് ഉറപ്പ് വളരെയധികം കൂടുതലാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന അടുത്ത ഏജാണ് ചാൽക്കോലിത്തിക് ഏജ് അല്ലെങ്കിൽ താമ്രശിലാ യുഗം. ശിലാ ഉപകരണങ്ങളോടൊപ്പം ചെമ്പ് ഉപകരണങ്ങൾ ഉപയോഗിച്ച കാലഘട്ടത്തെ വിളിക്കുന്ന പേരാണ് താമ്രശിലായുഗം അല്ലെങ്കിൽ ചാൽക്കോലിത്തിക് ഏജ്. അതായത് ഈ ഒരു ഏജിൽ സ്റ്റോൺ ഇംപ്ലിമെൻറ്റ്സ് ഉപയോഗിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ കോപ്പർ ഇംപ്ലിമെൻറ്റ്സും ഉപയോഗിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ രാജസ്ഥാൻ, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ നിന്നും ചാൽക്കോലിത്തിക് ഏജിൻ്റെ അവശിഷ്ടങ്ങൾ ലഭ്യമായിട്ടുണ്ട്. അടുത്ത ഏജ് എന്ന് പറയുന്നത് ബ്രോൺസ് ഏജ് ആണ്, വെങ്കലയുഗം. കോപ്പറും ടിന്നും കൂടെ ചേർന്നപ്പോൾ ഉണ്ടായി വന്ന ലോഹമാണ് ബ്രോൺസ്. പ്രധാനപ്പെട്ട ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ നിങ്ങൾ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഹാരപ്പൻ സിവിലൈസേഷൻ, മെസോപ്പൊട്ടാമിയൻ സിവിലൈസേഷൻ, ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ, ചൈനീസ് സിവിലൈസേഷൻ. വെങ്കലയുഗത്തിൽ ഇന്ത്യയിൽ വികാസം പ്രാപിച്ചതാണ് ഹാരപ്പൻ സിവിലൈസേഷൻ. ഹാരപ്പ, മോഹൻജദാരോ, ലോഥൽ തുടങ്ങിയ നഗരങ്ങൾ ആസൂത്രിതമായി നിർമ്മിച്ച പൊതു കെട്ടിടങ്ങൾ, ഗ്രേറ്റ് ബാത്ത്, വീടുകൾ, തെരുവുകൾ, അഴുക്കുചാൽ സംവിധാനം, ധാന്യപ്പുര എന്നിവയും വിവിധ കൈത്തൊഴിലിൻ്റെയും കച്ചവടത്തിൻ്റെയും സാന്നിധ്യവും ഇവിടെ നഗരവൽക്കരണത്തിന് സഹായിച്ചു. അതിനാൽ ഹാരപ്പൻ സംസ്കാരത്തെ ഇന്ത്യൻ ചരിത്രത്തിൽ 1ാം നഗരവൽക്കരണം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ള അടുത്ത ഏജാണ് വേദിക് ഏജ്. വേദകാലത്തെ 2ആയിട്ടാണ് തിരിച്ചിട്ടിരിക്കുന്നത്. BCE 1500-നും 600-നും ഇടയിലുള്ള കാലത്തെയാണ് നമ്മൾ വേദകാലം അല്ലെങ്കിൽ വേദിക് ഏജ് എന്ന് വിളിക്കുന്നത്. വേദകാലത്തെ 2ആയി തിരിച്ചു. ഏർലി വേദിക് പീരീഡും ലേറ്റർ വേദിക് പീരീഡും. അതായത് ആദ്യകാല വേദകാലഘട്ടവും പിൽക്കാല വേദഘട്ടവും. ആദ്യകാല വേദഘട്ടം എന്ന് പറഞ്ഞാൽ ഋഗ്വേദം രചിച്ച കാലമാണ്. അതുകൊണ്ട് ഋഗ്വേദിക് പീരീഡ് എന്നും വിളിക്കുന്നുണ്ട്. ലേറ്റർ വേദിക് പീരീഡ് എന്ന് പറയുമ്പോൾ യജുർവേദം, സാമവേദം, അഥർവവേദം എന്നീ വേദങ്ങൾ രചിച്ച കാലഘട്ടമാണ് ലേറ്റർ വേദിക് പീരീഡ് അല്ലെങ്കിൽ പിൽക്കാല വേദകാലം എന്ന് പറയുന്നത്. ഹാരപ്പൻ സംസ്കാരത്തിന് തകർച്ചയ്ക്ക് ശേഷം സപ്തസിന്ധു റീജിയനിൽ കടന്നു വന്നത് ആര്യന്മാരായിരുന്നു. അപ്പോൾ എന്താ ഈ സപ്തസിന്ധു റീജിയൻ എന്ന് പറഞ്ഞാൽ? സിന്ധു നദിയും അതിൻ്റെ പോഷക നദികളും ചേർന്ന പ്രദേശത്തെ വിളിച്ച പേരാണ് സപ്തസിന്ധു റീജിയൻ. ഇൻഡോ യൂറോപ്യൻ ഭാഷാ കുടുംബത്തിൽ ഉൾപ്പെടുന്ന ഭാഷ സംസാരിച്ചവരായിരുന്നു ആര്യന്മാർ. ആര്യന്മാരുടെ ജന്മദേശം മധ്യേഷ്യയാണെന്നാണ് കരുതപ്പെടുന്നത്. അപ്പം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏർലി വേദിക് പീരീഡിൻ്റെയും ലേറ്റർ വേദിക് പീരീഡിൻ്റെയും ഫീച്ചേഴ്സാണ്. അത് നിങ്ങൾ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ടതാണ്. ഏർലി വേദിക് കാലഘട്ടത്തിൽ താമസിച്ചിരുന്ന ആൾക്കാർ ലേറ്റർ വേദിക് ആയപ്പോഴത്തേനും അവരുടെ ജീവിതം ഗംഗാ സമുദ്രത്തിലേക്കും കൂടെ വ്യാപിച്ചു. ഏർലി വേദിക് കാലഘട്ടത്തിൽ അവർ പാസ്റ്റൽ എക്കോണമിയാണ് ഫോളോ ചെയ്തത്, അതായത് ഇടയ സമ്പദ് വ്യവസ്ഥ. എന്നാൽ ലേറ്റർ വേദിക്കിലേക്ക് എത്തിയപ്പോഴേക്കും കൃഷിയുടെ വ്യാപനമാണ് അവിടെ ഉണ്ടായത്. ഏർലി വേദിക് കാലഘട്ടത്തിൽ അവർ നാടോടികളെ പോലെയാണ് ജീവിച്ചത് എങ്കിൽ
ലേറ്റർ വേദിക് ആയപ്പോഴത്തേനും അവർ സ്ഥിര താമസം ആരംഭിച്ചു, സെറ്റിൽഡ് ലൈഫ് ആരംഭിച്ചു. ഏർലി വേദിക് കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് ഉയർന്ന സ്ഥാനം ഉണ്ടായിരുന്നു. ഗോത്രങ്ങൾ ചേർന്നതായിരുന്നു അവരുടെ സമൂഹം, ട്രൈബ്സ് ചേർന്നതായിരുന്നു. എന്നാൽ അത് ലേറ്റർ വേദിക് ആയപ്പോഴത്തേനും സ്ത്രീകളുടെ പദവി കുറയാൻ തുടങ്ങി. വർണ്ണ സിസ്റ്റം, കളറിൻ്റെ അടിസ്ഥാനത്തിൽ ആൾക്കാരെ ഡിവൈഡ് ചെയ്യാൻ തുടങ്ങി. അതുപോലെ തന്നെ ഏർലി വേദിക് കാലഘട്ടത്തിൽ കാടൊക്കെ വെട്ടിത്തളിച്ചിട്ടായിരുന്നു അവർ കൃഷി ചെയ്തത്. ലേറ്റർ വേദിക് ആയപ്പോഴത്തേനും അവർ ഇരുമ്പ് ഉപയോഗിച്ച് കാടൊക്കെ വെട്ടിത്തളിച്ച് കൃഷിക്ക് വേണ്ടി ആ സ്ഥലം ഉപയോഗിക്കാൻ തുടങ്ങി. പിന്നെ ഏർലി വേദിക് കാലഘട്ടത്തിൽ അവർ പ്രകൃതി ദൈവങ്ങളെ ആരാധിച്ച സ്ഥലത്തേക്ക്, ലേറ്റർ വേദിക് ആയപ്പോഴത്തേനും എന്ത് സംഭവിച്ചു? പ്രത്യേകം ദൈവങ്ങളെ ആരാധിക്കാൻ തുടങ്ങി. മാനവ ചരിത്രത്തിൻ്റെ തുടക്കവും കാലക്രമത്തിലുണ്ടായ വികാസങ്ങളുമാണ് ഈ പാഠഭാഗത്തു നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാട്ടിലും ഗുഹകളിലും മരപ്പൊത്തുകളിലും ജീവിച്ച് പ്രകൃതിയോടും മരങ്ങളോടും പൊരുതി വിവേകവും ബുദ്ധിശക്തിയും കൊണ്ട് മുന്നോട്ടുള്ള യാത്ര തുടങ്ങിയ മനുഷ്യൻ തൻ്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കി പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളും സൃഷ്ടികളും നടത്തി. അങ്ങനെ പ്രാചീന ശിലായുഗത്തിൽ നിന്നും ഇന്ന് ഈ കാണുന്ന മാറ്റങ്ങളിലേക്ക് മനുഷ്യൻ അവൻ്റെ സാങ്കേതിക വൈഭവം കൊണ്ടും ബുദ്ധിശക്തിയും കൊണ്ട് അവനെ ഒരുപാട് മാറ്റങ്ങളിലൂടെ കടന്നു വന്ന് ഇന്ന് ഈ കാണുന്ന രീതിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പം മനുഷ്യൻ എത്ര ബുദ്ധിമാനാണെന്നല്ലേ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. മനുഷ്യൻ്റെ സംഭവം തന്നെയാണ് അല്ലേ. കാട്ടിലും മേട്ടിലും കല്ലുകൊണ്ടൊക്കെ ഉപകരണങ്ങൾ ഉപയോഗിച്ച് ജീവിച്ച സ്ഥലത്ത് ഇന്ന് ഏത് രീതിയിൽ എത്തി നിൽക്കുകയാണ് വികാസം.